കന്യാകുമാരി കടലിന് മീതെ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ജാഗ്രത പാലിക്കണം. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, വീണ്ടും ഒരു ന്യൂനമർദ്ദം കന്യാകുമാരി കടലിന് മുകളിലായിട്ടാണ്. സ്വാഭാവികമായും നമ്മുടെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ തെക്കൻ കേരളത്തിൽ നല്ല മഴയും മധ്യ കേരളത്തിലോട്ട് വരുമ്പോൾ ഒറ്റപ്പെട്ട മഴയ്ക്കുമുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ? സ്വപ്ന, ഇന്ന് നിലവിൽ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഇത്തരത്തിൽ കന്യാകുമാരി കടലിന് മീതെ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ അതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനമൊട്ടാകെ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയാണ് തലസ്ഥാന നഗരിയിൽ അടക്കം അനുഭവപ്പെട്ടത്. റോഡുകളെല്ലാം വെള്ളക്കെട്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഈ തീരപ്രദേശങ്ങളിൽ 55 കിലോമീറ്റർ അധികം വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മലയോര മേഖലയിലുള്ളവർ ഇത്തരത്തിൽ പ്രത്യേക മഴ മുന്നറിയിപ്പില്ലെങ്കിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ശക്തമായ മഴയ്ക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കനത്ത ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അടുത്ത 5 ദിവസവും ഇത്തരത്തിൽ മഴ തുടരാനാണ് സാധ്യത. സ്വപ്ന, ദേവികയാണ് വിവരങ്ങളുമായി ചേർന്നത്.